blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പരമാർത്ഥ ഹൃദയത്തോടെ എല്ലാവരും ചേർന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് MC ജോൺസനും തൻ്റെ ഭാര്യ ഏലിയമ്മയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇരുവർക്കും കർത്താവെ ദൈവികമായ ആരോഗ്യം അങ്ങ് നൽകണമേ, എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ അലക്സ് ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ, നല്ലൊരു ഭാവി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വീടിൻ്റെ പണി തുടങ്ങുവാനായി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ ഈ കുടുംബം നിറയട്ടെ. അതോട് ചേർന്ന് കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് കർത്താവെ ജാൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറുവാനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ആർത്രൈറ്റിസ് ആ സഹോദരിയിൽ നിന്നും മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫൈബ്രോയിഡ് യൂട്രസിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ സമയത്ത് കർത്താവെ, മെയ് 3 ജന്മദിനം ആഘോഷിച്ച ബെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് ഒരു മറൈൻ ജോബ് ലഭിക്കുന്നതിലുള്ള എല്ലാ തടസ്സങ്ങളും അതിജീവിക്കുവാനായി ദൈവത്തോട് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ കൺസ്ട്രക്ഷൻ വർക്കുകൾ ലഭിക്കുവാൻ, അതുപോലെ കർത്താവരുടെ വീടിൻ്റെ പണികൾ പൂർത്തിയാകുവാനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ജാൻസിയുടെ സഹോദരി ലില്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരിയുടെ ജീവിതത്തിലെ ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കർത്താവ് നീ കൊടുത്തതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ബെറിൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത, അതിൽ പങ്കുചേർന്ന എല്ലാ കോ സ്പോൺസേഴ്സിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് ഒരു പ്രൈസ് റിപ്പോർട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ ഡയറി, മൈ പ്രേയർ ഡയറി, ആ പുസ്തകത്തിലൂടെ മുംബൈയിൽ ഒരു സഹോദരിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം. ഇറ്റ് റിയലി ടച്ച്ഡ് മീ. ഇമെയിൽ ലഭിച്ച ഒരു അനുഭവ സാക്ഷ്യമാണ്. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഞാൻ മലയാളത്തിൽ കൂടി പറയാം. While standing in the train, I happened to see a girl reading this book, My Prayer Diary. As an avid book reader, I peeped into it out of curiosity. I saw prayers with beautiful wordings, very intimate one with God. I asked her from where she purchased this book. She said that you do not get this book in Mumbai. I then took the details from her email ID of Blessing Today and made a money order and requested for one book. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ. മുംബൈയിൽ ഒരു ട്രെയിനിൽ ഒരു സഹോദരി യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി മൈ പ്രേയർ ഡയറി വായിക്കുന്നത് കണ്ടു. എന്താണെന്നറിഞ്ഞില്ല, പക്ഷേ അതിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ ദൈവത്തോട് വളരെ ഇൻറ്റിമേറ്റായി
വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമായ പ്രാർത്ഥനകൾ അടങ്ങിയ ഒരു പുസ്തകമാണെന്ന് മനസ്സിലായി. പക്ഷെ അത് മുംബൈയിൽ കിട്ടില്ല എന്ന് കേട്ടപ്പോൾ പുസ്തകത്തിലെ ഡീറ്റെയിൽസ് എടുത്ത് ഒരു മണി ഓർഡർ അയച്ച് അത് കരസ്ഥമാക്കി. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, ദിസ് ബുക്ക് ഹാസ് ചേഞ്ച്ഡ് മീ ആസ് എ പേഴ്സൺ. ഈ പുസ്തകം ഒത്തിരി വലിയ മാറ്റങ്ങൾ ആ സഹോദരിയിൽ ഉണ്ടാക്കി. I learned more about the power of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഒത്തിരി മനസ്സിലാക്കാൻ കഴിഞ്ഞു. I actually felt healing powers of the Lord. കർത്താവിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ ശക്തി ശരിയായ രീതിയിൽ അനുഭവിച്ച് മനസ്സിലാക്കാൻ ഇടയാക്കി. I used to be on medication for so many years for various ailments. പല രോഗങ്ങൾക്ക് വിവിധ രീതിയിലുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നൊരു സഹോദരിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. After saying the prayers, the spirit of fear, the spirit of sickness, bad dreams, nightmares all left me. ആ സഹോദരി അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭയം, അതുപോലെ ഭയങ്കരമായ രോഗങ്ങൾ, ദുസ്വപ്നങ്ങൾ കാണുക, അങ്ങനെയുള്ള പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ, ഇതെല്ലാം ആ സഹോദരിയെ വിട്ടുമാറി. I had ulcerative colitis and was healed completely. Ulcerative colitis എന്ന രോഗം പൂർണ്ണമായും ആ സഹോദരിയിൽ നിന്നും ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച ശേഷം മാറിപ്പോയി. Praise the Lord. Apart from that, I used to take homeopathy medicines for sinus, cold, menstrual pain, acidity, diarrhea, dysentery, headache and many more. ഈ പറഞ്ഞ പല രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹോമിയോപ്പതി മെഡിസിൻസ് എടുത്തുകൊണ്ടിരുന്നു. My doctor was surprised when I went to her and instead of the 1,000, I only paid her 100 per month. 1000 രൂപയുടെ മരുന്നാണ് ഈ ഹോമിയോപ്പതി ഡോക്ടറിന് എല്ലാ മാസം മേടിച്ചുകൊണ്ട്, അതങ്ങ് കുറഞ്ഞ 100 രൂപയായി. It has been 8 months since I am not on regular medication. തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ നിർത്തിയിട്ട് ഇപ്പോൾ 8 മാസമായി. നിരന്തരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നുകളും ഇപ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല. I also received heavenly justice for something when I was innocent and made a scapegoat. Praise the Lord. എന്ന് മാത്രമല്ല, തൻ്റേതല്ലാത്ത കുറ്റത്തിന് ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരു കാര്യത്തിൽ നീതിയും ദൈവം കൊടുത്തു. മൈ ഫേവറേറ്റ് പ്രേയേഴ്സ് ആർ, ഈ പുസ്തകത്തിലുള്ള ഈ സഹോദരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില പ്രാർത്ഥനകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെലിവറൻസ് ഫ്രം സൈറ്റാനിക് അറ്റാക്സ്, സാത്താന്യ ശക്തികളിൽ നിന്നുള്ള വിടുതലിനുള്ളൊരു പ്രാർത്ഥന. ഫോർ എ മിറക്കിൾ, അത്ഭുതത്തിനുള്ള പ്രാർത്ഥന. ഫോർ ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള വിടുതലിനുള്ള ആൻഡ് ആൻസൈറ്റി, ആകാംക്ഷയും ആധിയിൽ നിന്നുള്ള വിടുതലിനുള്ള പ്രാർത്ഥന. വെൻ എക്സ്പീരിയൻസിങ് ലോൺലിനെസ് ആൻഡ് ഡിപ്രഷൻ, അതുപോലെ ഏകാന്തതയും വിഷാദാത്മകമായ അവസ്ഥയൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഫോർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഫോർ റിലീസ് ഫ്രം കേഴ്സസ്, ശാപങ്ങൾ മാറാനുള്ള പ്രാർത്ഥന. ഫോർ ഹീലിംഗ് ആൻഡ് ഫോർ എ മീൽ, രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥന. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥന. I was 65 kgs and had lost 12 kilograms when I had colitis and was 53 to 54 kilograms. ആ രോഗം വന്ന സമയത്ത് 65 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഈ സഹോദരി 53-54 കിലോഗ്രാം ഭാരമായിട്ട് കുറഞ്ഞു. After saying the prayers, I am now 60 kgs. വീണ്ടും ബോഡിയുടെ വെയിറ്റ് കൂടി 60 മാറി. പ്രൈസ് ദ ലോർഡ്. ഐ ലവ് ഗോഡ് വെരി മച്ച്. ഒരു ലോങ് ടെസ്റ്റിമണിയാണ്. നിങ്ങൾ പലർക്കും എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കിട്ടിക്കാണും. കിട്ടിയിട്ടുള്ളവർ അതിലെ പ്രാർത്ഥനകൾ പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് വചനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് വലിയ അനുഭവങ്ങളെ കരസ്ഥമാക്കി. ഇതുവരെ ഈ പുസ്തകം കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇന്ന് തന്നെ സ്ക്രീനിലെ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോഴോ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വരുമ്പോഴോ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് അതിലൂടെ ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ശമരിയ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 2 വ്യക്തികൾ, ശമരിയക്കാരായ 2 പേരെ കുറിച്ച് കാര്യമായി യേശു കർത്താവ് പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന്, യേശുവിൻ്റെ ഉപമയിൽ യേശു കർത്താവ് പറഞ്ഞ നല്ല ശമരിയക്കാരൻ. എത്ര പേരാ ഉപമ കേട്ടിട്ടുണ്ട്? നല്ല ശമരിയക്കാരൻ. ഒന്ന് ഉറക്കെ പറയാമോ? നല്ല ശമരിയക്കാരൻ പറഞ്ഞേ. പിന്നെ വേറൊരു ഭാഗത്ത് അതൊരു പുരുഷനാണെങ്കിൽ ഇതൊരു സ്ത്രീയെക്കുറിച്ചും യേശു കർത്താവ് പരാമർശിച്ചിട്ടുണ്ട്. അവളുടെ പേരാണ്, ഞാൻ നല്ല എന്ന വാക്ക് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം സാധാരണ ആ വാക്ക് അവിടെ പലരും പറയാത്തത് കൊണ്ട്. ശമരിയക്കാരി സ്ത്രീ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. യെസ്, 2 ശമരിയക്കാരെ കുറിച്ച് ബൈബിളിൽ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു നല്ല ശമരിയക്കാരൻ. 2, ഒരു ശമരിയക്കാരി സ്ത്രീ. ഇവർ 2 പേരും ശമര്യ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്നവരായതുകൊണ്ടാണ് അവരെ ആ പേരിൽ എന്ത് ചെയ്തത്, അറിയപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ യേശു കർത്താവ് ഇവിടെയായിരുന്നു വന്നിരുന്നതെങ്കിൽ മാവേലിക്കരക്കാരൻ എന്ന് പറയുമായിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഹരിപ്പാടുകാരൻ എന്ന് പറയുമായിരുന്നു. പക്ഷെ അത് അവിടുത്തെ ഒരു നാടാണ്, ശമര്യ എന്നുള്ള ഒരു നാട് തന്നെ. സാധാരണ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ പൊതുവെ വലിയ തയ്യാറെടുപ്പോടു കൂടിയാണ് ആളുകളൊക്കെ യാത്രകൾക്ക് പോകാറുള്ളത്. തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വഴിയിൽ വെച്ച് വളരെയധികം നഷ്ടങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പോകുന്ന പോക്കിൽ തോർത്തെടുത്തില്ല, ടവലെടുത്തില്ല, എന്ത് സംഭവിക്കണം? പോണ വഴിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ടവല് മേടിക്കേണ്ടി വരും. ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുത്തില്ല, പോകുന്ന വഴിക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഡ്രസ്സ് എടുക്കേണ്ടി വരും. വീട്ടിൽ നിന്ന് വെള്ളം ആവശ്യത്തിന് എടുത്തില്ല, പോകുന്ന വഴിക്ക് മിനറൽ വാട്ടർ മേടിച്ച് പോകേണ്ടി വരും യാത്രയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ വലിയ തയ്യാറെടുപ്പുകൾ വീട്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് പണനഷ്ടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ ബുദ്ധിപരമല്ലാതെ ഒരു യാത്രയ്ക്ക് പോയാൽ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകും. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ബുദ്ധിയോടെ യാത്ര ചെയ്യാതിരുന്നാൽ നഷ്ടമുണ്ടാകും. പറഞ്ഞേ. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എത്ര പേർക്ക് ബൈബിൾ പഠിക്കാൻ ഇഷ്ടമുണ്ട്? അവരുടെ ഒരു കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. എഴുതിയെടുക്കുന്നവരൊക്കെ എഴുതിയെടുക്കാൻ തുടങ്ങിയാലും ശമര്യ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഇന്നത്തെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും, ഇസ്രായേലിൻ്റെത് ഇപ്പോൾ അല്ലാത്ത ഭാഗങ്ങളും ഒക്കെ ചേർന്നിട്ട് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സമയത്തുള്ള യഹൂദന്മാരുടെ രാജ്യം എന്നുള്ളത്. ഈ യഹൂദന്മാരുടെ രാജ്യത്തിന് 3 വിഭാഗമായിട്ടാണ് ഈ രാജ്യത്തെ വിഭജിച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മൾ പറയും നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ ആ യഹൂദന്മാരുടെ കാലത്ത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തെക്ക് ഭാഗമായിരുന്നു യഹൂദ. പറഞ്ഞേ, യഹൂദ. ഉറക്കെ പറയാമോ? യഹൂദ മലനാട്, യഹൂദ രാജ്യം. അത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തെക്ക് വശത്തുള്ള ഒരു രാജ്യമായിരുന്നു. ഏത്? യഹൂദ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ തന്നെ വടക്കൻ ഭാഗമായിരുന്നു ഗലീല. പറയാമോ? കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ? ഗലീല. ഓക്കെ, വടക്കൻ, നമ്മളിന്ന് വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന പോലെ വടക്കൻ ഭാഗമായിരുന്നു എന്ത്? ഗലീല. അങ്ങനെയാണ് തെക്കൻ ഭാഗം ഏതായിരുന്നു? പറയാമോ? യഹൂദ. എന്ന നടുക്ക് ഒരു സ്ഥലമുണ്ട്, മിഡിലായിട്ട് കിടക്കുന്ന മധ്യ പാലസ്തീൻ സ്ഥലം എന്ന് പറയാൻ സാധിക്കുന്ന സ്ഥലമായിരുന്നു ശമര്യ. പറയാമോ? ശമര്യ. 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു പാലസ്തീൻ രാജ്യത്തിനുണ്ടായത്. ഒന്നുകൂടെ പറയാമോ? തെക്ക് ഭാഗത്താരായിരുന്നു? യഹൂദ. അപ്പോൾ വടക്ക് ഭാഗത്താരാണ്? ഗലീല. അപ്പോൾ നടുക്കാരായിരുന്നു? ശമര്യ. സോ യഹൂദയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഗലീലയിലേക്ക് പോകണമെങ്കിൽ ഏത് വഴി കൂടെ പോകാൻ പറ്റുള്ളൂ? നടുക്കുള്ള ശമര്യയിലൂടെ പോകാൻ പറ്റുകയുള്ളൂ. ഗലീലയിലുള്ള ഒരു വ്യക്തിക്ക് യഹൂദയിലേക്ക് പോകണമെങ്കിലും എങ്ങനെയേ പോകാൻ പറ്റുകയുള്ളൂ? ഈ നടുക്കുള്ള ശമര്യയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകുവാനായിട്ട്
പറ്റുകയുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് എല്ലാവരും ബൈബിളുകളൊക്കെ തുറന്ന് നിൽക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വായിക്കും. എന്നാൽ ഈ ശമര്യക്കാർ എന്ന് പറയുന്നത് ആരാണ്? ഇവരിങ്ങനെ നടുഭാഗത്തായിട്ടൊക്കെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആരാണ് ഈ ശമര്യക്കാർ? സത്യത്തിൽ ശമര്യക്കാർ എന്ന് പറയുന്നത് ഒരു കാലത്ത് അവർ യഹൂദന്മാർ തന്നെ ആയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അവര് എന്താ പറയുക, ഒരു മിക്സ്ഡ് ബ്രീഡായി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സങ്കര വിഭാഗമായിട്ട് യഹൂദന്മാരും മറ്റ് ചില ആളുകളും ചേർന്നിട്ടുള്ള ഒരു സങ്കര വിഭാഗമായിട്ട് ആര് മാറിയിരിക്കുകയാണ്? ഇന്ന് ശമര്യക്കാർ മാറിയിരിക്കുന്നത്. എങ്ങനെയാണ് മാറിയത്? യഹൂദന്മാരെ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ BC-യിലാണത്, യേശു ക്രിസ്തുവിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ അശൂർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അസീറിയ എന്ന് പറയുന്ന നാട് അല്ലെങ്കിൽ ഒരു രാജ്യം യഹൂദന്മാരെ വന്ന് മുഴുവൻ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട് പോയി? അശൂർ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവരെ പ്രവാസികളാക്കി മാറ്റി. മാത്രമല്ല അതിലുള്ള യഹൂദന്മാർക്ക് 12 ഗോത്രങ്ങളാണുള്ളത്. അതിലുള്ള 10 ഗോത്രങ്ങളിലെ സ്ത്രീകളെ അശൂരിലെ പുരുഷന്മാർ എടുത്ത് അവരെ വിവാഹം ചെയ്തു. അതുപോലെ ഈ 10 ഗോത്രത്തിലെ പുരുഷന്മാരിലെ അശൂരിലെ സ്ത്രീകളുമായിട്ടും വിവാഹം നിശ്ചയിപ്പിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടായി, പിന്നീട് അവർക്ക് മക്കളുണ്ടായി. അങ്ങനെ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അശൂരിലെ ആളുകളും അസീറിയയിലെ ആളുകളും യഹൂദന്മാരും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടായ തലമുറകളാണ് പിന്നീട് ശമര്യക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഹാഫ് ജ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം, പകുതി യഹൂദന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ശമര്യക്കാർ. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ശമര്യക്കാരെ ഇഷ്ടമേ അല്ലായിരുന്നു. അവർ പറയുന്നത് എപ്പോഴും നരകത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന വിറക് കൊള്ളികളാണ് ശമര്യക്കാരെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നരകത്തിൽ ഏറ്റവും ഭയങ്കര തീയുണ്ട്, ആ തീക്ക് ആക്കം കൊടുക്കുന്ന ആളുകളായിരിക്കും ശമര്യക്കാർ. അതായത് നരകത്തിൽ കിടക്കുന്ന, നമ്മൾ പറയില്ലേ കട്ടുറുമ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നരകത്തിൽ കിടക്കുന്ന ആളുകളായിരിക്കും ആര്? ശമര്യക്കാർ എന്നാണ് യഹൂദന്മാരുടെ പക്ഷം. ഒരിക്കലും ഒരു യഹൂദനും ശമര്യക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. യഹൂദന്മാരും ശമര്യക്കാരും എല്ലായ്പ്പോഴും മത്സരമുള്ളവരായിരുന്നു. യഹൂദന്മാർക്ക് അവരുടെ ഏറ്റവും വലിയ പള്ളി ഇരിക്കുന്നത് ജെറുസലേമിലെ ഒരു വലിയ മലയുടെ മുകളിലാണ്. അവിടെ അവർ പള്ളി വയ്ക്കാൻ കാരണം ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിപ്പിച്ച സ്ഥലമാണ് ഈ മലയെന്ന് പറഞ്ഞിട്ടാണ് അവിടെ യഹൂദന്മാർ എന്താണ് നിങ്ങൾക്കറിയാൻ സാധിക്കും, ദാവീദിന്റെ നേതൃത്വത്തിൽ സ്ഥലം വാങ്ങി ശലോമോൻ അവിടെയാണ് അവരുടെ ദൈവാലയം പണിതത്. എന്നാൽ ശമര്യക്കാർ ഗെരിസീം എന്ന് പറയുന്ന മറ്റൊരു മലയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പള്ളിയൊക്കെ വെച്ച് ഒരു ദൈവാലയമൊക്കെ വെച്ചിട്ട് അവർ പറയുന്നത് ഇവിടെയാണ് അബ്രഹാം യാഗം കഴിപ്പിച്ചത്. അങ്ങനെ സകലത്തിനും യഹൂദന്മാരോട് ഘടകവിരുദ്ധമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ മത്സരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഭാഗക്കാരായിരുന്നു ശമര്യക്കാർ. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ശമര്യക്കാർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയില്ലേ കണ്ണിന് നേരെ കണ്ടുകൂടാ എന്ന് പറയുന്ന ആളുകളാണ് ശമര്യക്കാർ. എന്നാൽ നോക്കൂ, യേശു കർത്താവ് തൻ്റെ സ്വന്തം വിഭാഗം തള്ളിക്കളഞ്ഞ ചില ആളുകളെ പോസിറ്റീവ് എക്സാമ്പിളുകളായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മാതൃകയായിട്ട് സമൂഹം തള്ളിക്കളഞ്ഞവരെ യേശു ഉയർത്തി കാണിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും യേശുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ വാർത്തയുണ്ട്. സമൂഹം ആരെങ്കിലും തള്ളിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യർ തള്ളിയിട്ടുണ്ടെങ്കിൽ, വീട്ടുകാർ നിങ്ങളെ തള്ളിയിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവിന് നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ തന്നെ നിങ്ങളെ ഏറ്റവും നല്ലൊരു മാതൃകയാക്കി ഉയർത്തി നിർത്താനായി സാധിക്കും.
സിസ്റ്റർ, ഈ സഹോദരിയുടെ പേര് ലാലി വർഗീസ് എന്നാണ്. മഹാരാഷ്ട്രയിൽ ഒരു കുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പം നാട്ടിൽ അവധിക്ക് വന്നതാണ്. മാവേലിക്കരയാണ് സ്വന്തം വീട്. ഈ സിസ്റ്ററിന് സാക്ഷ്യം എന്നുള്ളത് ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടപ്പോഴുണ്ടായ ഒരു വലിയ രോഗസൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. കാരണം ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം ഒരു ദിവസം കണ്ടപ്പോൾ വളരെ ഒരു 15 ദിവസത്തോളം ചുമയുടെ ഭാരത്താലും വളരെ അതുമുഖാന്തരം ചെസ്റ്റ് പെയിൻ എല്ലാം വന്ന് വളരെ ഭാരത്തോട് ഭവനത്തിൽ കാണപ്പെടുമ്പോൾ ക്ഷമ സിസ്റ്റർ ഇങ്ങനെ TV പ്രോഗ്രാം വിളിച്ചു പറഞ്ഞു, ചുമയുടെ ഭാരത്താൽ കട്ടിലിരിക്കുന്ന രോഗി ഈ നിമിഷം സൗഖ്യമാകുമെന്ന് വിളിച്ചു പറഞ്ഞു. ആ സിസ്റ്റർ ഏറ്റെടുത്തു. അന്ന് തന്നെ പൂർണ്ണമായൊരു വിടുതലുണ്ടായി. ആ ചെസ്റ്റ് പെയിൻ മാറുവാൻ തക്ക ഇടയെത്തുന്നു. അതിനുശേഷം ഇന്ന് വരെ ഒരു അങ്ങനെയുള്ള ചുമയോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാകുവാൻ തക്ക ഇടയെത്തുന്നിട്ടില്ല. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ സിസ്റ്റർ? എത്ര നാളായിട്ട് ചുമയുടെ പ്രശ്നം? 15 ദിവസം കൊണ്ട് ചുമയായിരുന്നു. ചുമ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരു കുറവില്ല. അങ്ങനെ കട്ടിലിരിക്കുമ്പോൾ സെമസിസ്റ്റർ പറഞ്ഞ കട്ടിലിരിക്കുന്ന ഒരു വ്യക്തി സൗഖ്യമാകുമെന്ന് പറയും. ഞാൻ ഏറ്റെടുത്ത് വിശ്വസിച്ചു. അതിൽ പിന്നെ എനിക്കൊരു ചുമയൊന്നും ഉണ്ടായിട്ടില്ല. പ്രൈസ് ഗോഡ്. ഇപ്പൊ എത്ര നാളായി ഇത് മാറിപ്പോയിട്ട്? ഒരു വർഷത്തോളം കഴിഞ്ഞു. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ഈ സാക്ഷി പറയാനായിട്ട് ഇപ്പൊ മുമ്പ് പ്രാർത്ഥിച്ചതാ. ഓ അത് ശരി. ഇപ്പൊ മഹാരാഷ്ട്രയിൽ എവിടെയാണ്? മഹാരാഷ്ട്രയിൽ ദുലിയ എന്ന് പറയുന്ന സ്ഥലത്ത്. ഓ ശരി. 1 വർഷമായിട്ട് ചുമച്ചിട്ടില്ലെന്നാ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് എത്ര വലിയവനാണ്. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, അങ്ങയുടെ വിടുതലിനായി നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് വിശ്വാസത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിരോധമില്ലെങ്കിൽ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ബൈബിൾ പറയുന്ന ഭൂമിയിൽ 2 പേർ ഐക്യമെത്തിപ്പെട്ടാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഒരേ ഹൃദയത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ രോഗങ്ങൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ കാറ്ററാക്റ്റോ ഗ്ലൂക്കോമയോ കണ്ണിനോട് ബന്ധപ്പെട്ട ഏത് രോഗവും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണ് കാണാൻ കഴിയാത്തവരുടെ കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. അതുപോലെ മുഖത്തെ മസിലുകളിൽ ഫേഷ്യൽ മസിൽസിലുള്ള ചില പ്രത്യേക രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വയറിനകത്ത് ചില സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അൾസർ. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്കരമായൊരു ഹീലിംഗ് നടക്കും ഞാൻ കാണുന്നു. അൾസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ വയറിനകത്ത് എന്തോ ഫ്ലൂയിഡ് കെട്ടിക്കിടന്നിട്ട് വയറ് വല്ലാതെ വീർത്തിരിക്കുന്നൊരു വ്യക്തി പല പ്രാവശ്യം അത് എടുത്തു കളയുകയോ ട്യൂബിലൂടെ കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിൽക്കുന്നില്ല. യേശുവിൻ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ഡിസ്കുകളിൽ സൗഖ്യം നടക്കുന്നു. ഒത്തിരി ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും വിശ്വസിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശൂന്യത, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. രമണി എന്ന പേരുള്ളൊരു സഹോദരി കർത്താവ് അനുഗ്രഹിക്കുന്നു. വിവാഹം കഴിഞ്ഞ് പല നാളുകളായി, പല വർഷങ്ങളായി കുട്ടികളില്ലാത്ത രമണി എന്ന സഹോദരി കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് ആ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളാൽ നിറച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച റാന്നിയിലും ശനിയാഴ്ച അമരവിളയിലും നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുക. ഗെറ്റ് റെഡി റൈറ്റ് നൗ. ഇന്നേ പ്രാർത്ഥിക്കുക, ഒരുങ്ങി വരിക. ഇഫ് യു കം പ്രിപ്പയർഡ് to receive a great blessing from the Lord, I am sure God will never disappoint you. പ്രതീക്ഷയോടുകൂടി വരിക, മറ്റുള്ളവരുമായി വരിക. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ആദ്യമായി തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും മറ്റുള്ളവരെ കൂടെ വിളിച്ച് കൂട്ടമായിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് ടു ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക്
ദൈവം അനുവദിച്ചാൽ നമുക്ക് വെള്ളിയാഴ്ച നേരിൽ കാണാം, അല്ലെങ്കിൽ ശനിയാഴ്ച നേരിൽ കാണാം, അല്ലെങ്കിൽ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വന്നാൽ നമുക്ക് നേരിട്ട് കാണാൻ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. മറ്റൊരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് പറയുക. God bless you. Bye-bye. ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: പൗലോസ് റോമയിലെത്തിയപ്പോൾ താല്പര്യത്തോടെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതാര്? Who searched for Paul and find him out when he reached Rome? Options: A. Onesiphorus, B. Hymenaeus, C. Pilatus, D. Demas. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BP സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ഓയം ബുക്സ് ആണ്.